നമസ്തേ. 2 ദിവസം മുൻപ് അമ്പലപ്പുഴയിൽ കരൂർ എന്ന പ്രദേശത്ത് ദൃശ്യം മോഡൽ ഒരു കൊലപാതകം നടന്ന കാര്യം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. അന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല, സമയപ്രശ്നമൊക്കെ ഉണ്ട്. ധാരാളം പേര് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ്. ദൃശ്യം സിനിമ വന്നതിന് ശേഷം കൊലപാതകം ചെയ്യുന്നവർക്ക് ശവം മറയ്ക്കുവാൻ ഇതൊരു കാരണമാണ്, ഈ രീതിയിലും ചെയ്യാം. അതൊരു ക്രിമിനൽ വാസന ജീത്തു ജോസഫ് എന്ന സംവിധായകൻ സമൂഹ മധ്യത്തിലേക്ക് കൊടുത്തു എന്ന് പറയാറുണ്ട്. അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. ഭാഗികമായി മാത്രം മനസ്സിലാക്കിയാൽ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ പറ്റി പഴിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം മാത്രമാണോ ഇങ്ങനെ ഉണ്ടായതെന്ന്. ദൃശ്യം സിനിമ റിലീസായത് 2013 ഡിസംബർ മാസം 19-ാം തീയതിയാണ്. 19 നല്ല പണം വാരിയ സിനിമയാണ്. ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് മുകളിൽ കിട്ടിയ സിനിമയാണ് എന്നാണ് ഒരു പൊതുവെയുള്ള അറിവ്. ആ 19ൻ്റെ പ്രത്യേകതയാണ്. ഇനി 2013 ഡിസംബർ 19 കൂട്ടുമ്പോഴോ അത് വീണ്ടും അവിടെ 19 വന്നു. 19 എപ്പോഴും ധനവുമായിട്ട് നേട്ടമുണ്ട്, ധനപരമായ മികച്ച നേട്ടം ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. ദൃശ്യം സിനിമയുടെ കാര്യത്തിനിടയ്ക്ക് എന്തിനാ ഈ 19 പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേരിൽ 19 ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാം. നമ്മൾ ഓരോരോ എക്സാമ്പിൾ പറയുന്നത് എക്സാമ്പിളിൻ്റെ പുറകെ പോകേണ്ട, നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യുവാനാണ് ഈ ചാനലിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 2013 ഈ സിനിമ റിലീസാകുന്നതിനും 6 വർഷം മുൻപേ ഇതേ രീതിയിലൊരു കൊലപാതകം ഈ സിനിമയുടെ ഡയറക്ടറായ ജീത്തു ജോസഫിൻ്റെയൊക്കെ അവിടെ നിന്നും ഏകദേശം ഒരു 15-20 മിനിറ്റ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചെല്ലാവുന്ന തലയോലപ്പുറം എന്ന സ്ഥലത്ത് ഉണ്ടായതാണ്. അവിടെ ഒരു ഫൈനാൻസ് ചെയ്യുന്ന ഒരു കാലായിൽ മാത്യു എന്ന വ്യക്തിയെ കാണാതായി. എവിടെയാണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നീട് ഒരാളെ ചെറിയൊരു സംശയം തോന്നിയിട്ട് പിടിച്ചു. അനീഷ് എന്നാണ് പേര്. അനീഷ്, ANI. ഒരു വ്യക്തിയുടെ പേരിൽ NI വന്നാൽ ദുരിതം ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അനീഷിൻ്റെ ANISH കണ്ടോ, മെഷ്, പിടിക്കപ്പെട്ടു. അയാൾ ആണ് ഈ ഫിനാൻസ് ചെയ്യുന്ന ആളിനെ കൊന്നത്. ദൃശ്യം മോഡൽ, പിന്നീട് ദൃശ്യം മോഡലായത് പോലെ ആ ശവം അങ്ങനെയാണ് മറച്ചത്. അത് കൊലപാതകം ചെയ്തത് 25-ാം തീയതിയാണ്. 2008 നവംബർ മാസം 25-ാം തീയതിയാണ് അനീഷ് കാലായിൽ മാത്യു എന്ന ഫിനാൻസ് ചെയ്യുന്ന ആളിനെ കൊന്നത്. 25ൻ്റെ കെടുതി കണ്ടോ, എവിടെയായാലും വരും. അനീഷ് ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ 25-ാം തീയതി ചെയ്തത്. നമ്മൾ എത്ര വർഷങ്ങൾക്ക് മുമ്പായാലും, 100 വർഷം മുമ്പായാലും 200 വർഷം മുമ്പായാലും സംഭവിച്ച കാര്യങ്ങൾ ന്യൂമറോളജിയിലൂടെ എടുക്കാൻ പറ്റും. ചികഞ്ഞ് പരിശോധിച്ച് പോകുന്നതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ വീടിൻ്റെ അടുത്തുള്ള സംഭവം പിന്നീട് അറിഞ്ഞിട്ട് അദ്ദേഹം ഇതായിരിക്കാം മിക്കവാറും അതിൻ്റെ കഥാ തന്തുവാക്കിയത്. അല്ലാതെ ഈ ജിത്തു ജോസഫ് അല്ല ഈ പുതിയ ആശയം സമൂഹത്തിലേക്ക് കൊടുത്തത്. സമൂഹത്തിലൂടെ പ്രചാരമായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജയചന്ദ്രൻ എന്ന വ്യക്തിയാണ് കരൂരെ സംഭവത്തിൽ കൊലപാതകിയായിട്ട് വന്നത്. ജയചന്ദ്രൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12. 12 എന്നാൽ ഒന്ന് സൂര്യനെ കാണിക്കുകയാണല്ലോ, 1ഉം 2ഉം ചേരുന്നതാണല്ലോ 12. ഒന്ന് സൂര്യനെ കാണിക്കുകയാണ്, സ്ഥായിയായ നിൽപ്പ്. 2 എന്നാൽ ചന്ദ്രൻ വന്നും പോയിരിക്കുന്നു. 1ഉം 2ഉം കൂടി ചേർന്നപ്പോഴോ 3. 12-ൽ 3 അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ പൊതുവേ അത്ര മെച്ചം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ബുദ്ധിപരമായ രീതിയിൽ അവർക്ക് കഴിവുണ്ടാകും. ബുദ്ധി എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച രീതിയിലുള്ള കഴിവ്. വളഞ്ഞ വഴിയാണ് വളഞ്ഞ വഴി, നല്ല വഴിയാണ് നല്ല വഴി. അതാണ് 3ൻ്റെയും പ്രത്യേകത. അല്ലെങ്കിലും പഠിച്ചതേ പാടൂ എന്നൊരു ചൊല്ലുമില്ലേ. ഇവർ 12-ാം തീയതിക്കാരായതിൻ്റെ പേരിൽ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. വാക്കുകൾ കൊണ്ട് ആൾക്കാരെ വശീകരിക്കുന്ന സ്വഭാവക്കാരാണ് 12. നിങ്ങൾ ജനിച്ചത് 12-ാം തീയതിയാണെങ്കിൽ, നിങ്ങളുടെ പേരിൽ 12-ാം തീയതിയാണെങ്കിൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് കൂടി 12 വരുന്നാൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ മാന്യമായിട്ടോ അല്ലാതെയോ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കും. അങ്ങനെ പല പല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ജയചന്ദ്രൻ വേറൊരു വിജയലക്ഷ്മിയുമായിട്ട് സ്നേഹമായിരുന്നല്ലോ, വിവാഹിതനായ വ്യക്തി. സ്നേഹമാകുമ്പോൾ അല്പം വാക്കുകൾ കൊണ്ടൊക്കെ ഒന്ന് അമ്മാനമാടിയാലേ മറ്റൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ പൊതുവെ. അത് ആൺകുട്ടിയായാലും. ജയചന്ദ്രൻ
അറിയാതെ അയാളുടെ കഴിവുണ്ടായിരുന്നു. 12 അക്ഷരങ്ങൾ പേരിൻ്റെ ഉള്ളിൽ ഉള്ളതിനാൽ. ഇനി 12 എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിനെ കാണിക്കുന്നുണ്ട്. ദേ ആർ വർക്കിംഗ് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യും. അദ്ദേഹം മീൻപിടുത്തക്കാരനായിരുന്നല്ലോ. മീൻപിടുത്തമൊക്കെ ആകുമ്പോൾ വെറുതെ കയ്യും കെട്ടിയിരിക്കാൻ പറ്റത്തില്ല, കഠിനാധ്വാനം ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ 12-ന് മറ്റൊരു പ്രത്യേകത, 3-ൻ്റെ സ്വാധീനം വന്നതിൻ്റെ പേരിൽ, 1ഉം 2ഉം കൂടി ചേർന്ന് 3-ൻ്റെ സ്വാധീനമുള്ളതിൻ്റെ പേരിൽ ഗൂഢാലോചന എന്നൊരു പദ്ധതി കൂടി ഉണ്ടാകും. എന്തെങ്കിലും കാര്യം നേടാനായിട്ട്, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ആൾക്കാർ എന്തെങ്കിലും കാര്യം നേടാനായിട്ട് ചെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കും. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. അധികം വിദ്യാഭ്യാസവും ഇല്ലല്ലോ. അദ്ദേഹം ഗൂഢമായ ചില പദ്ധതികൾ കൈകാര്യം ചെയ്തിരുന്നു. ഈ കൊലപാതകത്തിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ പോലെയാണ് ന്യൂമറോളജി പ്രകാരം ഓരോരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും എന്ന്. 12 അദ്ദേഹത്തിൻ്റെ പേരിനകത്ത്, പേരിൻ്റെ വാല്യൂ 30 3-ാം തീയതി ജനിച്ചവർക്ക് എപ്പോഴും നല്ലതാണ്. പേരിൻ്റെ വാല്യൂ 30 വന്നാൽ 3-ാം തീയതിക്കാർക്ക് 3-ാം തീയതി 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർക്ക് നല്ലതാണ്. മറ്റുള്ളവർക്ക് അത് അത്ര പോരാ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതവും ഒക്കെ ഉണ്ടാവും, ധനം നേടാം, പണമൊക്കെ നേടാൻ പറ്റും. ഒരു പേരിൻ്റെ വാല്യൂ 30 വന്നാൽ നല്ല വരുമാനമൊക്കെ ഉണ്ടാകും. പിന്നെ 30-കാർക്ക് ഉയർന്ന വ്യക്തികളുമായി ബന്ധമുണ്ടാകും, തന്നെക്കാളും ഉയർന്ന വ്യക്തികളുമായി. ഇദ്ദേഹം മീൻ പിടിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ ജയചന്ദ്രനേക്കാളും കൂടുതലായിട്ട് സമൂഹത്തിൽ സ്ഥാനമുള്ള ആരും എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റേ പോലീസോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ളതല്ല, അല്ലാതെ ഉയർന്ന ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാകും. പക്ഷേ ആ ബന്ധമേ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം വന്നാൽ ഇവർക്ക് ഉപകാരമാകത്തില്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേരിൽ 30 എന്ന വാല്യൂ ആണെങ്കിൽ ധാരാളം ബന്ധങ്ങളുണ്ടാകും. അവരൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എന്തും കാണിക്കാമെന്ന് ചിന്തിക്കരുത്. അവർ കൈയഴിയും. നിങ്ങൾക്ക് തക്കതായ ആവശ്യം വരുമ്പോൾ അവർ മൈൻഡ് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തില്ല, മാറിപ്പോകും. പിന്നെ 30-ന് അവർക്ക് ഏകാന്ത ജീവിതമൊക്കെ ഇഷ്ടപ്പെടുക. ഏകാന്തത പൊതുവെ ഇഷ്ടപ്പെടുന്നവർ. പണമൊക്കെ നേടാം അത്യാവശ്യം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ 12 അക്ഷരങ്ങളും വാല്യൂ 30, 10, 42, 42 നിങ്ങളുടെ പേരിൽ വരുന്നതെങ്കിലും, പ്രത്യേകിച്ച് ഈ ജയചന്ദ്രൻ്റെ കാര്യത്തിലും പണം സ്വരൂപിക്കവർ അല്പം ഈ സ്റ്റിഞ്ചി അല്ലെങ്കിൽ ടൈറ്റ് ഫിസ്റ്റഡ്, കൈ മുറുകെ പിടിച്ചുകൊണ്ട് നിയന്ത്രിതമായ ചിലവോടുകൂടി പണം സമ്പാദിക്കുന്ന സ്വഭാവക്കാരാണ് 42-കാർ. ജയചന്ദ്രനും അവിടെ ഒരു വീടൊക്കെ വെച്ചല്ലോ, ലോൺ വെച്ചിട്ടായാലും ലോണിലൂടെ ആയാലും ഒരു നല്ല വാർക്ക വീടായിരുന്നു. ആ രീതിയിൽ 42-ന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് പല കാര്യങ്ങൾ. പക്ഷേ സ്വന്തം കാര്യത്തിനായിട്ട് ലാവിഷാകുകയും ചെയ്യും, അവനവൻ്റെ കാര്യത്തിനായിട്ട്. ചില ആൾക്കാർ അങ്ങനെയല്ല, കിട്ടുന്ന പൈസ കൊണ്ട് ആ കൂട്ടുകാരുണ്ടല്ലോ എവിടെയായാലും ശരി അടിച്ച് പൊളിച്ച് ജീവിക്കും. ഇവരങ്ങനെയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് 42-കാർ ചിലവഴിക്കുള്ളൂ അധികവും. ഇനി മരിച്ചുപോയ വ്യക്തി, കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് വിജയലക്ഷ്മി. ജയചന്ദ്രൻ കൊന്ന സ്ത്രീയുടെ പേരാണ്. വിജയലക്ഷ്മി എന്ന പേരിനകത്ത് 13 ലെറ്റേഴ്സാണ് ഉള്ളത്. 13 പൊതുവെ അപകടം ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങളുടെ പേരിൽ 13 എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ഒരു അപകടം എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്, നിങ്ങളറിയില്ല. ഒരു പക്ഷേ അല്പം ധാർഷ്ട്യമൊക്കെ കാണിക്കും. പക്ഷേ എവിടെയെങ്കിലും പിടിക്കപ്പെടും. ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്പറാണ് 13. എൻ്റെ പേരിൽ 13 പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അറിയാതെ ജീവിക്കുമ്പോഴാണ് പോയി വലിയ പ്രയാസം ആകുന്നത്. വിജയലക്ഷ്മിയുടെ പേരിനകത്തും ജയചന്ദ്രൻ്റെ പേരിൻ്റെ വാല്യൂ പോലെ തന്നെ 30. 30 വന്നാൽ അറിയാമല്ലോ, ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധം. ഈ വിജയലക്ഷ്മിക്കും ഉണ്ടാകാം ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധം. പക്ഷേ യഥാസമയത്ത് ലഭിക്കത്തുമില്ല, ഉപകാരം കിട്ടത്തില്ല അവരിൽ നിന്ന്. ബന്ധങ്ങളൊക്കെ വൃഥാവിലാകത്തേ ഉള്ളൂ. വിജയലക്ഷ്മിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13, വാല്യൂ 30. 30ഉം 13ഉം കൂടി കൂട്ടുമ്പോഴെത്രയാണ്? 43. 43നെ പറ്റി നമ്മൾക്ക് ഈ ചാനൽ സ്ഥിരം കാണുന്നവർക്കറിയാം. 7 ദുര്യോഗത്തെ സൂചിപ്പിക്കുന്നതാണ്. 7, 16, 25, 34, 43, 52 ധാരാളം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഇവർക്കും വന്നു ഈ ദുര്യോഗം? ചില ആൾക്കാർ പറയാറില്ല, ഞാൻ 7-ാം തീയതി ജനിച്ചതാണ്, എനിക്കൊരു കുഴപ്പമില്ല, അല്ല 16-ാം തീയതി കുഴപ്പമില്ല, എൻ്റെ പേരിനകത്ത് ഇത്ര ലെറ്റേഴ്സ് ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഇവർക്ക് ഈ 48 വയസ്സായപ്പോഴായി കുഴപ്പമുണ്ടായത്. അത് മരണം. എവിടെയെങ്കിലും നമ്മുടെ ഡെമോക്രസിൻ്റെ വാള് പോലെ ഒരു അപകടം പതുങ്ങിയിരിപ്പുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് കരുതിക്കൂ.
ആരെയും പറഞ്ഞ് ഭയപ്പെടുത്തുമല്ല, ന്യൂമറോളജിയുടെ കണക്കാണ്, ക്ലാസ്സാണ്. 13 വന്നാൽ അപമാനം ഉണ്ടാകാം, അപകടമുണ്ടാകാം, ഒരു കെണി ഉണ്ടാകും, ചതി ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചിട്ടായില്ല, അവർ നമ്മളെപ്പറ്റി വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കും. അത് പിന്നീട് നമ്മളറിയും. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ കലാപമുണ്ടാകും. അതൊക്കെ 13ൻ്റെ ദൂഷ്യങ്ങളാണ്. നിങ്ങളുടെ പേരിൽ 13 ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം. പക്ഷേ ഞാൻ 13ലേക്ക് കയറി ചെന്നതാണ്, അറിഞ്ഞുകൊണ്ട് കയറി ചെന്നതാണ്. നിങ്ങൾക്കങ്ങനെ അറിഞ്ഞുകൊണ്ട് കയറി ചെല്ലാൻ അറിയില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ആയുധത്തെ നിങ്ങൾ എങ്ങനെ വേണം കൈകാര്യം ചെയ്യും? ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ ആയുധം കിട്ടിയാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയുള്ളൂ. ഈ ഓരോ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും ഓരോ അക്കങ്ങളും ഓരോ അക്ഷരങ്ങളും ആയുധങ്ങളാണ്. ആയുധം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ വിജയലക്ഷ്മിയുടെയും ജയചന്ദ്രൻ്റെയും പേരിൻ്റെ വാല്യൂ 30. വിജയലക്ഷ്മിയുടെ പേരിൻ്റെ വാല്യൂവും നമ്പർ ഓഫ് ലെറ്റേഴ്സും കൂടി കൂട്ടുമ്പോൾ 43 അല്ലേ? 43 വരുമ്പോഴേക്കും പുറമേ ഒരു ശാന്തരാണ്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ദേഹവും ഉപദ്രവം ഉണ്ടാകും, ശരീരം മുറിവേൽക്കും. ദൂഷ്യമുള്ള നമ്പറാണ് 43. 43 എന്നുള്ളത് നിങ്ങൾ മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും കയറ്റുക. 44ലേക്കൊന്നും കയറ്റിയേക്കരുത്. 44ഒക്കെ അതിലും അപകടം പിടിച്ചതാണ്. ആ മനസ്സിനൊക്കെ അത്ര സ്ട്രോങ് മൈൻഡുള്ളവർക്ക് മാത്രമേ 44ലേക്ക് കയറാവുള്ളൂ. അവരെയൊക്കെ വെൽ ട്രെയിൻഡ് ആയിരിക്കണം, സ്പിരിച്വൽ ലെവലിൽ കൂടി. ഭൗതിക സുഖത്തിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ 44ലേക്ക് കയറരുത്. ചില ആൾക്കാർ യൂട്യൂബ് കണ്ട് പേരിലേക്ക് മോഡിഫൈ ചെയ്യാറുണ്ട്. പല ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അവർ വീണ്ടും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 വീരന്മാർ ഈ ഗസറ്റ് വരെ പരസ്യം കൊടുത്തു, സ്വന്തമായിട്ട് യൂട്യൂബ് കണ്ട് ന്യൂമറോളജിസ്റ്റ് ആയതാണ്. ഇപ്പോഴവർ വീണ്ടും കെടുതിയാണ്. ഈ 43ൻ്റെ മറ്റൊരു പ്രത്യേകത, യാത്രാവേളയിൽ മരണം പറയുന്നുണ്ട്. ഈ സ്ത്രീ കരൂർ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു വന്നതാണ് ജയചന്ദ്രൻ വിളിച്ചതിൻ്റെ പേരിൽ. ജയചന്ദ്രൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിലില്ലാത്ത സമയത്ത് ജയചന്ദ്രൻ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ യാത്രാവേളയിലാണ്. യാത്രാവേള മീൻസ് എവിടെ വന്നപ്പോഴാണ് അപകടം വന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മക്കളോട് ചോദിക്കണം, മക്കളെ ആരുടെ കൂടെയാണ് പോകുന്നത്? അങ്ങനെയൊക്കെ പോകുമ്പോഴും ഞാൻ നോക്കുവാണെങ്കിൽ നിങ്ങളവർക്കും വട്ട് പറയുകയാണ്, ഭ്രാന്തനാശയമാണെന്ന്. ഭ്രാന്തനാശയമായത് കാരണം ഞാൻ ഇതിനകത്ത് ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. ഇത് ഫുള്ളി ഇൻവോൾവ്ഡ് ആകുമ്പോൾ നമുക്ക് ഒരുതരം ഭ്രാന്തനാശയം വരും. നമ്മൾ പോകുന്ന ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പേര് വരെ ഞാൻ നോക്കും. അയ്മന അജിത്ത് ഏതെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം കല്ലട ട്രാവൽസ് കേരളത്തിലുള്ള ഒരു വലിയൊരു ടൂറിസ്റ്റ് വണ്ടിയല്ലേ. ആ വണ്ടി ഞാനുമായിട്ട് എങ്ങനെയായിരിക്കും യാത്രാവേളകളിൽ? വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. വണ്ടിക്ക് കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുഴപ്പമുണ്ടാകും. എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീപ്പായിട്ട് പഠിച്ചു പോകണം. ഓടിച്ച് പഠിച്ചാൽ വെറുതെ ഇങ്ങനെ എല്ലാം ഒന്ന് തൊട്ടും തലോടിയും പഠിച്ചാൽ പോരാ. ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇവർക്ക് യാത്രാവേളയിലാണ് അപകടമുണ്ടായത്, മരണമുണ്ടായത്. ഇതിന് മുൻപായിട്ട് അവർ ഇടുക്കിക്കാരനെ വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ടായിരുന്നു, ഏകാന്തവാസമായിരുന്നു ഈ സ്ത്രീ. അതൊക്കെ 43ൻ്റെ പ്രത്യേകതയാണ്. പേരിൽ 13 ലെറ്റേഴ്സ്, അതും എല്ലാം ഒരുതരം ഏകാന്തവാസമാണ്. അവർക്കറിയില്ലായിരുന്നു എന്ന് മാത്രം. ഇനി ജയചന്ദ്രൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 12. വിജയലക്ഷ്മിയുടെ 13. 13ഉം 12ഉം കൂടി ചേരുമ്പോഴോ അക്ഷരങ്ങളുടെ എണ്ണം 12, 13 കൂടി ചേരുമ്പോൾ 25 വന്നവിടെ. 25 കെണിയാണ്, അപകടമാണ്, ദുരിതമാണെന്ന് എപ്പോഴും പറയുന്നു. ഇതെങ്ങനെ ഇങ്ങനത്തെ ഒരു യാദൃശ്ചികത വന്നത്? ജയചന്ദ്രന് വിജയലക്ഷ്മി എന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഇതേ രീതിയിൽ അക്ഷരങ്ങൾ കൂട്ടി വരുമ്പോൾ 25 വരാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഒരു സ്നേഹിച്ചാൽ പോരായിരുന്നോ? ഇതാണ് 7 എന്ന് പറയുന്ന നമ്പർ. മാടി 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 വിളിക്കും, വരൂ മോനെ നിന്നെ കൊണ്ടുപോകും എന്നാണ് ഇത് പറയുന്നത്. എത്ര അനുഭവങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനിയും പറയും. ഈ ചാനലുള്ള കാലത്തോളം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ നെഗറ്റീവ് അല്ല പറയുന്നത്. ചില ആൾക്കാർ പറയും നെഗറ്റീവ് മാത്രം പറയാമെന്ന്. അപകടത്തെപ്പറ്റി ആദ്യമേ അറിയണം, പിന്നീടല്ലേ സുഭിക്ഷതയെപ്പറ്റി അറിയേണ്ടത്. അപകടം നിങ്ങളുടെ പേരിലുണ്ട്, നിങ്ങൾ അറിയാതെ കൊണ്ട് നടക്കുകയാണ്. അതിനുശേഷം വേണം നമുക്ക് ആദ്യമേ കുളിച്ച് വൃത്തിയാകുക, അതിനുശേഷം നല്ല വസ്ത്രം ധരിക്കാം. അല്ലാതെ 1 മാസമായിട്ട് കുളിക്കുന്നുമില്ല, നനയ്ക്കുന്നുമില്ല, എന്നിട്ടൊരു പുതിയ ഉടുപ്പിട്ടാൽ കാര്യമുണ്ടോ? പുതിയ പേരൊന്നുമല്ല സ്വീകരിക്കേണ്ട, ആദ്യമേ അപകടം അറിഞ്ഞിരിക്കുക. അവിടെ 25 അവരെ കൊണ്ടുപോയി. ജയചന്ദ്രൻ്റെ പേരിൻ്റെ വാല്യൂവും വിജയലക്ഷ്മിയുടെ പേരിൻ്റെ വാല്യൂ
കൂടി 30 രണ്ടുപേരുടെ പേരിൻ്റെ വാല്യൂ 60 നല്ല ഇതാണ്. കീർത്തിയെ കാണിക്കും, ധനം വരുന്നു, ആക്റ്റീവാണ്, യൂത്താണ്, ചെറുപ്പക്കാരനാണ്. അവർ കണ്ടില്ലേ, ഭാര്യാഭർത്തൃ ബന്ധം പോലെയല്ലേ അവർ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ ചെന്നത്. യൂത്രസിനെ കാണിക്കുകയാണത്. സമ്പത്ത് നേടാം. ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹം മാത്രമല്ല, ഇയാൾ ഒരു വീട് വെച്ചിട്ട് 10-12 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലൊക്കെ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയോട് ഫിനാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹം മാത്രമല്ലായിരുന്നു അത്. കാരണം ഈ 30 60-ൻ്റെയാണത്. പിന്നെ ഇവർ വാദിച്ച് ജയിക്കുകയും ചെയ്യും. എന്ത് പറഞ്ഞാലും ശരി, വാദിച്ച് ജയിക്കാനുള്ള സാധ്യതയുള്ളവരാണ് 30 60 വരുന്നവർ. നല്ലതെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. ഇവർ രണ്ടുപേരും അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തതിൻ്റെ പേരിൽ വളരെ നെഗറ്റീവായിട്ട് വാദിക്കാൻ സാധ്യതയുണ്ട്. ഞാനാണ് ശരി എന്ന് രണ്ടുപേരും പറയും. പരസ്പരം രണ്ടുപേരുടെ പേരിൽ നമ്പർ 30 പേരിൽ ഞാനാണ് ശരി, മറ്റേ കൃഷി പറയും ഞാനാണ് ശരി, ഐ ആം റൈറ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഈ 60-ൻ്റെ പ്രത്യേകത. പിന്നെ ഇവർ താന്തോന്നിത്തരം കാണിക്കും. താന്തോന്നിത്തരം എന്ന് പറഞ്ഞാൽ ആരെയും അംഗീകരിക്കത്തില്ല. ഈ വിജയലക്ഷ്മി സ്വന്തം ഭർത്താവിനെ, വിജയലക്ഷ്മി ഇയാളുടെ കൂടെ ചേർന്നപ്പോഴാണ് 60 ആയത്. ഇയാളുടെ ഭർത്താവ്, ഈ വിജയലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ പേരെനിക്കറിയില്ല, അത് മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. ഇവർ രണ്ടുപേരും ഒരുതരം താന്തോന്നിത്തരമല്ലേ കാണിച്ചിരുന്നത്. ഇയാൾക്ക് ഭാര്യ ഉണ്ടായിട്ട് ഇവിടെ പോയിരുന്നില്ലേ? ഭാര്യ ഒരുപക്ഷെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കലാപമൊക്കെ ഉണ്ടാക്കി കാണുമായിരിക്കാം. പിന്നെ ഒരു കൊലപാതകത്തിനകത്ത് പോലീസുകാർ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കുള്ളൂ. ഇനി ജയചന്ദ്രൻ്റെ പേരിൻ്റെ വാല്യൂ 42. അതെ, ടോട്ടൽ വാല്യൂ. അക്ഷരങ്ങളുടെ എണ്ണം 12-ഉം 30 വാല്യൂവും കൂടി കൂട്ടുമ്പോൾ 42-ഉം. വിജയലക്ഷ്മിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13-ഉം വാല്യൂ 30-ഉം കൂടി ആകുമ്പോൾ 43. അങ്ങനെ 43-ഉം 42-ഉം കൂടി ചേരുമ്പോൾ എത്രയാണ്? 85. 8ഉം 5ഉം എത്രയാണ്? 13. അവിടെയും കൊണ്ട് 13 ഒന്ന് ചാടിച്ചു. 13 അപകടകാരിയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇവരുടെ രണ്ടുപേരുടെയും പേരിൻ്റെ വാല്യൂവും അക്ഷരങ്ങളുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ 85. 8ഉം 5ഉം 13, 3 1 4, അപകടം തന്നെ 13. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും ചതി ഉണ്ടാകും, വഞ്ചന ഉണ്ടാകും. ഇയാൾ ആ സ്ത്രീയെ വിളിച്ച് വരുത്തിയിട്ട് കൊല്ലുമല്ലേ ചെയ്തത്, ആ സ്ത്രീയുടെ ഓപ്പോസിറ്റ് സെക്സല്ലേ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും സ്നേഹിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ജോത്സ്യരെ കണ്ടിട്ടൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ലല്ലോ. മനസ്സ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചാഞ്ചാട്ടമാണ് പ്രേമസല്ലാപങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നവർക്ക് സ്വയമായിട്ട് പഠിക്കുക, എങ്ങനെയാണ് ആ വ്യക്തി എങ്ങനെയാണെന്ന് പഠിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകണം. അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകരുത്. പ്രണയത്തിൽ പാരവശ്യരായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് അബദ്ധം ഉണ്ടാകാൻ ശ്രമിക്കരുത്. ഇതൊരു നല്ലൊരു സ്റ്റഡി ക്ലാസ്സാണ്. ആരെയും പഴിക്കുന്നതല്ല, ആരെയും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഈ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ എല്ലാം നിരീക്ഷിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ അവരുടെ രണ്ടുപേരും പേരിൻ്റെ 85 വന്നതിൻ്റെ പേരിൽ ഏകാന്തതയ്ക്കായി. ഈ ജയചന്ദ്രനെ വീട്ടിൽ വിളിക്കുന്നത് ജയൻ എന്ന, കാരണം 1-2 കൂട്ടുകാർ പറഞ്ഞു ജയൻ എന്നാണ് പറഞ്ഞു. ആരും അല്ലെങ്കിൽ ജയചന്ദ്രനെ ഫുള്ളായിട്ട് ആരും വിളിക്കത്തില്ല, അത് ഒഫീഷ്യൽ നെയിമായിട്ടല്ലേ, ജയൻ എന്നേ വിളിക്കുകയുള്ളൂ. ജയൻ എന്ന പേരിനകത്ത് 5 ലെറ്റേഴ്സും വാല്യൂ 9, 9 5 14 വന്നു. 14 സാമ്പത്തികം ഉണ്ടാകും. ഇയാളെ നല്ല കഠിനാധ്വാനിയാണ്. പ്രത്യേകിച്ച് അപ്പുറത്തിന് 3 കിടപ്പുണ്ട്. 3 കൂടി വന്നതിൻ്റെ പേരിൽ കഠിനാധ്വാനം ചെയ്യും. വിജയലക്ഷ്മിയെ മുഴുവൻ പേരും വിളിക്കാൻ സാധ്യതയില്ല, ആരും അങ്ങനെ വിളിക്കത്തില്ല വിജയലക്ഷ്മി എന്ന്. ഒരു പക്ഷേ ഇയാളായതുകൊണ്ട് ചിലപ്പം വിജയ എന്ന് വിളിക്കുന്ന നമുക്കൊന്ന് കണക്ക് കൂട്ടാം. ആധികാരികമായിട്ട് പറയില്ല, ഒന്ന് കണക്ക് കൂട്ടാം. അങ്ങനെയാണ് വിജയ എന്നാണ് വിളിക്കുന്നതെങ്കിൽ എന്ന് പറയുകയാണ്, ഉറപ്പല്ല. ആണെങ്കിൽ ജയനും വിജയും കൂടി ചേരുന്ന അക്ഷരങ്ങളുടെ എണ്ണം 11ഉം, ജയൻ്റെ പേരിൻ്റെ വാല്യൂ 9ഉം വിജയുടെ പേരിൻ്റെ വാല്യൂ 20ഉം. അങ്ങനെ 20ഉം 9ഉം 29 ഇവരുടെ പേരിനകത്ത് വന്നു. അത് അപകടമായിരുന്നു. ജയൻ്റെ പേരിൻ്റെ വാല്യൂ 9ഉം അവരുടെ പേര് വിജയുടെ പേരാണെങ്കിൽ 20. ടോട്ടൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടി എടുക്കുമ്പോൾ 31 വീണ്ടും ഒറ്റപ്പെട്ട ജീവിതം. അത് നമ്മളൊന്ന് ഊഹിക്കുന്നേ ഉള്ളൂ, വിജയ എന്നാണ് വിളിക്കുന്നതെങ്കിൽ. പക്ഷേ ലക്ഷ്മി എന്ന പേര് വിളിക്കാൻ സാധ്യതയുണ്ട്. ജയൻ എന്ന പേരിനോടൊപ്പം തന്നെ ലക്ഷ്മിയാണെങ്കിൽ ലക്ഷ്മിയുടെ പേരിനകത്ത് 7 അക്ഷരങ്ങളുണ്ട്. പേരിനകത്ത് 7 അക്ഷരങ്ങൾ, പക്ഷേ വാല്യൂ 19. 19 7 എത്രയാണ്? 26 അപകടമാണ്. ലക്ഷ്മി എന്ന പേരിനകത്ത് AK എന്ന ലെറ്റേഴ്സ് ഉണ്ട്. AK മീൻസ് ഏയ്ക്കുന്ന, AK AC എന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏയ്ക്ക്.
വേദന, മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള വേദനയാണ് കാണിക്കുന്നത്. ലക്ഷ്മിക്കകത്ത് SH ഉണ്ട്, മെഷ്. അതും അവരെ ഒരു ദുരിതത്തിലേക്കാക്കി. ആദ്യ ജീവിതം ഉപേക്ഷിച്ചിട്ടല്ലേ വന്നത്. അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെത്ര ധാർഷ്ട്യ സ്ത്രീയാണല്ലോ, മനസ്സുകൊണ്ട് വേദന ഉണ്ടാകുമല്ലോ. അതാ SHൻ്റെ പ്രത്യേകത. ലക്ഷ്മിയുടെ AKയുടെ പ്രത്യേകതയാണ്. പിന്നെ അല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണല്ലോ അടങ്ങി ഒതുങ്ങി ജീവിക്കും. അല്ലാതെ ഉള്ളവരാണ് ഓപ്പണായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവർ കൂട്ടത്തിൽ പെട്ടതാണ്. കാരണം അവരവിടെ ഹാർബറിൽ മീൻ പിടിക്കാൻ ചെന്നപ്പോൾ ഉള്ള സ്നേഹമായിരുന്നു, മീൻ മേടിക്കാനൊക്കെ ആയിട്ടുള്ളത്. ലക്ഷ്മിയുടെ പേരിൻ്റെ അകത്ത് 26ഉം ജയൻ്റെ പേരിനകത്ത് 9, 5, 14 കൂടി ചേരുമ്പോൾ അവിടെ 40 വന്ന്. 40ഉം ദോഷം പിടിച്ച സംഖ്യ. എന്തായാലും അവരുടെ കോമ്പിനേഷൻ ശരിയല്ലായിരുന്നു. നെഗറ്റീവ് ലെറ്റേഴ്സാണ് അവരുടെ ജീവിതത്തിലേക്ക് എപ്പോഴും കടന്നുകൂടിയത്. പക്ഷേ ജയചന്ദ്രൻ്റെ ഒറ്റയ്ക്കാണെങ്കിൽ നല്ല ലെവലിൽ ജീവിച്ചു പോകാമായിരുന്നു. കുറച്ച് കടമുണ്ടെങ്കിൽ അയാൾക്ക് അധ്വാനിച്ചുകൊണ്ട് കടം വീട്ടാൻ സാധിക്കും. അങ്ങനെ സുഖമായി പോയ സമയത്ത് ഒരു പ്രേമത്തിൻ്റെ പേരിൽ ഈ വിജയലക്ഷ്മി വന്നതാണ് ഈ ദുരിതം മുഴുവനായത്. ദുരിതം മുഴുവനും വരികയും അവരുടെ കൊലപാതകത്തിന് ഇടയാക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ വേർപാട്ടിന് ഇടയാക്കുകയും ചെയ്ത് അവരുടെ പേരിൽ കിടന്ന ബുദ്ധിമുട്ടാണ് കൂട്ടിൻ്റെ. പിന്നെ 40 വന്നാൽ വളഞ്ഞ വഴിയിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കും. അത് പിന്നെ അവരെപ്പറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഈ വിജയലക്ഷ്മി എങ്ങനെയാണ് പണം ഉണ്ടാക്കിയതെന്നൊക്കെ. അത് 40 പിന്നെ ബാഡ് എൻഡിങ്, അവസാനം അന്തിമം അല്പം ശോചനീയമായിരിക്കും. പിന്നെ എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? കരൂർ, അമ്പലപ്പുഴയിൽ കരൂർ എന്ന സ്ഥലം. കരൂരിൻ്റെ പേരിൻ്റെ ലെറ്റേഴ്സിൻ്റെ എണ്ണം 5ഉം വാല്യൂ 13. 13, 5, 18. 18 അപകടമാണെന്ന് നമുക്ക് എപ്പോഴും അറിയാമല്ലോ. അപ്പോൾ ചോദിക്കാം, പിന്നെ കരൂർ എല്ലാവർക്കും അപകടമാണോ എന്ന്? എല്ലാവർക്കും അല്ല. അവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പ്രകൃതിക്ക് വിരുദ്ധമായ പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം അറിയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഇഷ്ടം പോലെ കത്തിയുണ്ട്. കത്തിയെടുത്ത് കത്തി ഉണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും കൊല്ലാൻ പോകുന്നുണ്ടോ? അവരവിടെ പച്ചക്കറി അരിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബ്രെഡ് കട്ട് ചെയ്യുക, പഴം കട്ട് ചെയ്യുക, പച്ചക്കറികൾ കട്ട് ചെയ്യുക. ഓരോ ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ക്രൈം സ്വഭാവമുള്ളവരാണല്ലോ കത്തി എളിയിൽ പിടിച്ചിട്ട് നടക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ കത്തി കാണിച്ച് പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കരൂർ എന്ന പേരിനകത്ത് ടോട്ടൽ 18 വരുന്നുണ്ട്. ദുഷ്ചിന്തകളുള്ള ആൾക്കാർക്ക് അപകടം അവർ വരുത്തി വെക്കും, അവരുടെ പേരിൽ കൂടി മോശമുണ്ടെങ്കിൽ. ജയചന്ദ്രൻ്റെ പേരിൻ്റെ അക്ഷരം 12, കരൂറിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 5. 12, 5, 17 വന്നു. അത് വീണ്ടും 17 നെഗറ്റീവാണ്. ജയചന്ദ്രൻ്റെ പേരിനകത്ത് 30 വാല്യൂ, കരൂറിന് 13. 30ഉം 13ഉം 43 വീണ്ടും വന്നു. ജയചന്ദ്രൻ തിരഞ്ഞെടുത്ത സ്ഥലം മോശമായി പോയി ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ട്. അതാണ് കൊലപാതകത്തിന് വേണ്ടി 43 വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, നീ ഇവിടെ വന്ന് കൊലപാതകം ചെയ്യാൻ. ആ സ്ഥലം അത്ര ശരിയല്ലായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴോ എവിടെയെങ്കിലും വസ്തു മേടിക്കുകയോ ചെയ്യുമ്പോൾ വസ്തു കണ്ട് ഇഷ്ടപ്പെടുന്നതിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത്, അടിസ്ഥാനപരമായിട്ട് നോക്കണം. ചില സ്ഥലങ്ങൾ കൊള്ളില്ലെങ്കിൽ മേടിക്കരുത്. എനിക്ക് ധാരാളം അനുഭവമുണ്ട്. ചില ആൾക്കാർ ചില വസ്തു മേടിച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പോയാൽ മതി. അയൽപക്കത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ടാണ് പറയുന്നത്. സമാധാനം കാക്ഷിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വസ്തു മേടിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ചാനലിലൂടെ കുറച്ചെങ്കിലും അറിവ് കിട്ടിയില്ലേ? പിന്നെ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് എന്നാണ്. അല്പബുദ്ധി, അറിവ് അപകടമാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യണം. ദാറ്റ് ഏരിയ എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് കൺസൾട്ട് ചെയ്തിട്ട് മേടിക്കുക. അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ട് ചാടിച്ചിട്ട് താമസിക്കാൻ പറ്റത്തില്ലെങ്കിലോ? പല ആൾക്കാരും ഫ്ലാറ്റ് മേടിക്കാറുണ്ട്. കൊച്ചിയിലൊക്കെ ഫ്ലാറ്റ് മേടിക്കുന്നവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചി ഒരു ഡെവലപ്പിംഗ് ഏരിയ അല്ലേ. പക്ഷേ ഫ്ലാറ്റിൻ്റെ നമ്പർ അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ചില ഫ്ലാറ്റിലേക്ക് കയറിയതിന് ശേഷമായിരിക്കും. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് പാർട്ടി വിളിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത്, കോടികളോ, 1.25 കോടിയോ 1.5 കോടിയാണ് മേടിച്ച ഫ്ലാറ്റാണ്. അവിടെ താമസിച്ച് അന്ന് തൊട്ടേ ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നമാണ്. പറയുമ്പോൾ എന്നാ ട്രിവാൻഡ്രം സിറ്റിയിൽ. പക്ഷേ ഫ്ലാറ്റ് നമ്പർ കൊള്ളില്ല അവർക്ക്. അതാണ് നിങ്ങളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്രയും കോടികളൊക്കെ മുടക്കി പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് കൺസൾട്ട് ചെയ്ത് അവർക്ക് അവരുടേതായ ഒരു ഫീസ് കൊടുത്ത് ചെയ്താൽ എന്താ നഷ്ടം? അങ്ങനെയൊക്കെ അവരെ സമീപിക്കുമ്പോൾ ആ കൺസൾട്ടേഷൻ നടത്തുന്ന ആ വ്യക്തികൾക്കും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ എൻ്റെ കേമം കൊണ്ടാണ് ഇതൊക്കെ ഇത്രയൊക്കെ നേടി. ഞാൻ ആ വസ്തു മേടിക്കുന്നുള്ള ധാർഷ്ട്യത്തിലൂടെ പോകുന്ന ഒരു അനുഭവത്തിലൂടെ പഠിക്കുകയുള്ളൂ. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ, കൺസൾട്ട് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത്. അപ്പോൾ വിജയലക്ഷ്മി ജയചന്ദ്രൻ തിരഞ്ഞെടുത്ത കരൂർ 30, 40, 43 കെടുതിയിൽ വരുത്തി. കരൂരിലേക്ക് വിജയലക്ഷ്മി ചെല്ലുവാണ് ചെയ്തത്. കരൂരിൻ്റെ വാല്യൂ എത്രയാണ്? 13 അക്ഷരങ്ങളുടെ എണ്ണം വാല്യൂ.
അക്ഷരങ്ങളുടെ എണ്ണം 5ഉം വിജയലക്ഷ്മിയുടെ പേരിൻ്റെ അകത്ത് അക്ഷരങ്ങളുടെ എണ്ണം 13, 5, 18. 18ലേക്കാണ് അവർക്ക് ചെന്നത്, കരൂരിലേക്ക്. 18 അപകടം, യുദ്ധം, കലാപം, സംഘർഷം, തലയ്ക്കടിയേക്കും എന്നൊരു കാര്യം കൂടിയുണ്ട്. ഒരിക്കൽ പി ദിവ്യയുടെ കാര്യം പറഞ്ഞില്ലേ, നവീൻ ബാബു തലയ്ക്കടിയേറ്റായിരിക്കും മരിച്ചതെന്ന്. ആത്മഹത്യയല്ല എന്ന് പറഞ്ഞില്ലേ. ഇവരുടെയും തലയ്ക്കടിയേറ്റാണ് മരിച്ചത്. കാരണം പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13ഉം കരൂരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 5ഉം. 13, 5, 18 തലയ്ക്കടിയേറ്റ് മരിച്ചു. അപ്പോൾ വീണ്ടും ചിന്തിക്കാം, അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തലയ്ക്കടിയേറ്റ് മരിക്കുവാണെന്ന്. അല്ലല്ലോ. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? നിയമപ്രകാരമുള്ള ജീവിതമല്ലായിരുന്നല്ലോ. പിന്നെ അയാളുടെ പേരിനകത്തും അല്പം നെഗറ്റീവ് ഉണ്ടായിരുന്നല്ലോ. ലക്ഷ്യം വേറെ ആകുമ്പോഴാണ് മോശമാകുന്നത്. വിജയലക്ഷ്മി എന്ന പേരിനകത്ത് 30 ലെറ്റേഴ്സ്, വാല്യൂ. കരൂറിൻ്റെ വാല്യൂ 13. ജയചന്ദ്രൻ്റെ പോലെ തന്നെ 30, 13, 43. അവരുടെ വീണ്ടും 2 രീതിയിലും കെണിയിലേക്കാക്കി, കെടുതിയിലേക്ക് ആക്കി ഈ വിജയലക്ഷ്മിയെ. ഇവരെ കാണാതായത് 6-ാം തീയതിയാണ്. 6-ാം തീയതി ഇവർ ജയചന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നു, കരൂരിലേക്ക് വന്നു. 6-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷം 1 മണിയോടുകൂടി ഇവർക്കൊരു ഫോൺ കോൾ വന്നു. അതായത് അപ്പോൾ 7-ാം തീയതിയായി. 7-ാം തീയതിയാണ് കൊലപാതകം. 7 കണ്ടോ, ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒരു കൊലപാതകത്തിന് വരെ ശ്രമിച്ചത്. 7 ഒഴുക്കിക്കൊണ്ട് പോകും. എത്ര തെളിവുകളതെന്ന്. എനിക്ക് സത്യത്തിൽ 7-നെയും 8-നെയും ആക്ച്വലി റെസ്പെക്റ്റാണ്. വേണ്ട രീതിയിൽ നിന്നാൽ വളരെയേറെ ഊർജം തരുന്നതാണ്. തോന്നിവാസം കാണിക്കുമ്പോഴാണ് അകത്ത് പോകുന്നത്. അപകടമരണം, ജയിൽവാസമൊക്കെ പറയുന്നത്. ചില 7-ാം തീയതിക്കാർ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിന് നിങ്ങൾ സാമ്പത്തികം കൊടുത്തു നോക്ക്, ഒരിക്കലും കിട്ടത്തില്ല. കിട്ടായി മാത്രമല്ല, അതിനെ ചൊല്ലി കലാപം ഉണ്ടാകും, ചീത്ത വാക്കുകൾ ഉപയോഗിക്കും, അടിപിടി വരെ ഉണ്ടാകും. അതാണ് 7, 16, 25ൻ്റെയൊക്കെ പ്രത്യേകത. ഇനി ഇയാളുടെ ഭാര്യയുടെ പേര് സുനിമോൾ എന്നാണ്. ജയചന്ദ്രൻ്റെ ഭാര്യയുടെ പേര് സുനിമോൾ. സുനിമോളിനകത്ത് ലെറ്റേഴ്സ് എത്രയാണ്? SUNIMOL. 7 ലെറ്റേഴ്സാണ്. കണ്ടോ, അവർക്കും കെടുതിയായല്ലോ. അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഏതാണ്? SU, സു. ഭർത്താവ് കൊലപാതകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും 1 സെക്കൻഡെങ്കിലും അവർ ഇനി മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച് കാണും. അവർ വേറെ വീട്ടിൽ പോയി സെർവൻ്റായിട്ട് നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ SU എന്ന് അവരെ അവിടെ കൊണ്ടുപോയി. നമ്പർ ഓഫ് ലെറ്റേഴ്സ് 7. അതും ദുരിതം തന്നെ. SU കഴിഞ്ഞിട്ട് സുനിമോളുടെ പേരിനകത്ത് NI ആണ്. NI, നില്ലെന്നാണ് പറയുന്നത്. അത് നെഗറ്റീവാണ്. ആ സ്ത്രീ ഒന്നും ചെയ്തില്ല, മനസ്സാവാച കർമ്മണ അറിഞ്ഞില്ല. ഭർത്താവിൻ്റെ ഇങ്ങനത്തെ കുൽസിത പ്രവർത്തനങ്ങൾ അവർ നീറിക്കൊണ്ടിരിക്കുമല്ലേ. അതാണ് സുനിമോളുടെ പേരിൻ്റെ ദൂഷ്യവശം. ഇനി സുനിമോളുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? SUNIMOL 29. 29 എപ്പോഴും മോശം തന്നെയാണ്. അവരെ വീണ്ടും കൊണ്ട് പ്രയാസത്തിലേക്കാക്കി. അവരെ TV യിൽ കണ്ടു, വളരെ ആരോഗ്യമൊന്നുമില്ലാത്ത വളരെ ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ഇട്ട് നിൽക്കുന്ന സ്ത്രീയെ കണ്ട്. പിന്നെ കൊലപാതകം കഴിഞ്ഞാൽ ഭാര്യ ടിപ് ടോപ്പായിട്ട് പട്ട് സാരി ഉടുത്ത് നടക്കണമെന്നല്ല. പക്ഷേ അവരെങ്ങനെയായാലും ശരി, അവരുടെ അകാര ഇത് കണ്ടപ്പോഴറിയാം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീയാണെന്ന്. 29. ജയചന്ദ്രൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12. ഇവരുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12 × 19. സമ്പത്തുണ്ടാക്കാം. കണ്ടോ, അവർ മറ്റുള്ള വീടുകളിൽ പോയി സേർവൻ്റായിട്ട് നിന്നിട്ടായാലും, ഇയാൾ മീൻ പിടിക്കാൻ പോയിട്ടായാലും, നല്ല തെറ്റില്ലാത്ത അവരുടെ നിലവാരത്തേക്കാളും ഒരു നല്ല വീടാണ് വെച്ചിരിക്കുന്നത്, വാർക്ക വീട്. ആ 12 × 19ൻ്റെ പ്രത്യേകതയാണ്. ഇവരുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 29ഉം ജയചന്ദ്രൻ്റെ 30. 30 × 50 + 29 എത്ര? 59. 9, 5, 14. 14 എപ്പോഴും സമ്പത്തുണ്ടാക്കും. ഇവർ സമ്പത്തുണ്ടാക്കിയല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവാണ് 10-12 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ നല്ല വീട് വെച്ചു. 2 പേരും കൂടി ജോലി ചെയ്താൽ കടം വീട്ടാൻ സാധിക്കുമായിരുന്നു. കാരണം അവരുടെ കോമ്പിനേഷൻ നല്ലതായിരുന്നു. ഓക്കെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കഷ്ടകാലം പിടിച്ചവരുടെ കൂട്ട് കൂടി കഴിഞ്ഞാൽ നമ്മളും കഷ്ടകാലത്തിലേക്ക് പോകും. നമ്മളൊരു 10-15 പേര് കൂടി നല്ല സുഖമായിട്ട് നല്ല ഒരു സത്സംഗമാണ്. നല്ല മഹനീയമായ കാര്യങ്ങൾ പറയുമ്പം ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു മോശം സ്വഭാവക്കാരൻ വന്ന് ഒരു പാഴ്വാക്ക് പറഞ്ഞാൽ പോരെ, നമ്മുടെ എല്ലാവരും മൂഡ് പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞ് വേണം കൂട്ടുകെട്ടിന് വേണ്ടി പോകാൻ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പറയുന്നു രാത്രി 1 മണിയായപ്പോൾ വിജയലക്ഷ്മി ആരോ വിളിച്ചു. 1 മണിക്ക് നിന്നെ ആരാണ്, അല്ലെങ്കിൽ വിജയലക്ഷ്മി ആരാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർഗ്യുമെൻ്റ് ആയിരുന്നു. ഉടൻ തന്നെ അവിടെ ഇരുന്ന് ഒരു ചുറ്റിയെടുത്ത് അരക്കിലടിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. അത് ശുദ്ധ അസംബന്ധം. അത് പോലീസ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് നോക്കണം.
ഇയാൾ പറഞ്ഞു ദൃശ്യം സിനിമ ലൂപ്പിങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൂപ്പിങ്ങിൽ കാണുക എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തോടുകൂടി ഒരു പ്രത്യേകമായ ഉദ്ദേശം സാധിക്കുവാൻ വേണ്ടി മാത്രം പലതവണ റിപ്പീറ്റഡ് ആയിട്ട് കാണുക എന്നുള്ളതാണ് ലൂപ്പിംഗ്. ഇയാൾ ലൂപ്പിംഗ് എന്നുള്ള വാക്ക് പറഞ്ഞില്ല, അത് പോലീസിൻ്റെ ഭാഷയാണ്. ഞാൻ കൂടെ കണ്ടിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. പലതവണ കണ്ടു. നമ്മളൊക്കെ ദൃശ്യം 3-4 തവണ കണ്ടിട്ടുള്ളൂ. ടി വിയിലൊക്കെ വരുമ്പോൾ ഫ്രീ ആയിട്ട് കാണാമല്ലോ. പക്ഷേ ഇയാളതല്ല, ലൂപ്പിങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തന്നെയായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കൊലപാതകം നടത്തേണ്ടത് പിന്നെ പ്ലാൻ ചെയ്തു. പ്ലാൻഡ് മർഡറായിരുന്നു, ഒരു സംശയവുമില്ല. പോലീസുകാർ ഇയാളുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് കേസ് ഒതുക്കാൻ ശ്രമിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പോലീസുകാരോടല്ല പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന വീഡിയോ വാച്ച് ചെയ്യുന്നവരോടാണ് പറയുന്നത്. പ്ലാനിങ് ഇല്ലെങ്കിൽ അങ്ങനെ കൊല്ലുകയും ഈ രീതിയിൽ ഒരു കൊലപാതകം കഴിഞ്ഞാൽ ഏത് വ്യക്തിയായാലും മാനസികമായിട്ടൊന്ന് ഭയക്കും. ഇത്ര പെട്ടെന്ന് അയാൾക്ക് കുഴിച്ചിടാനൊക്കെ എങ്ങനെ തോന്നി? പിന്നെ ആ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ KSRTC വണ്ടിക്കകത്ത് കൊണ്ടിട്ടു. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ആ പയ്യൻ്റെ മൊബൈൽ കൊണ്ടിട്ടില്ലേ, അതേ രീതിയിൽ തന്നെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇനി പെട്ടെന്ന് തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയിലെ നിയമം അനുസരിച്ചുകൊണ്ട് അല്പം ശിക്ഷയിൽ ഇളവ് കൊടുക്കും. പെട്ടെന്ന് തോന്നിയ വികാരത്താൽ കൊലപാതകം ചെയ്തു, ഒത്തിരി ഇളവ് കൊടുക്കും. പക്ഷെ പ്ലാൻഡ് മർഡർ ആണെന്ന് പറഞ്ഞാൽ, കൊലപാതകമാണെന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ അളവ് കൂടും. അതുവരെ ഇയാൾ പഠിച്ചു. മറ്റൊരു ചെറിയൊരു ജോർജ് കുട്ടി എന്ന് പറയാൻ പറ്റും. ജോർജ് കുട്ടി മീൻസ് മോഹൻലാലിൻ്റെ ദൃശ്യം സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇത് പ്ലാൻഡ് മർഡറായിരുന്നു. ഇതാണ് ന്യൂമറോളജിയിലൂടെ പല കാര്യങ്ങളും വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി പോലീസ് കോടതി തീരുമാനിക്കട്ടെ. പിന്നെ മറ്റൊന്ന്, ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടതാണ്. പാലക്കാട് ആലത്തൂരുകാരനായ ഒരു തഹസിൽദാർ വൈക്കത്ത് ജോലി ചെയ്യുന്നു. തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ഒരു കളക്ടറിൻ്റെ ഏകദേശം തുല്യ റാങ്ക്, അത്രയില്ല, അതിനടുത്ത് വരുന്ന റാങ്കാണ്. അതിൻ്റെ താഴത്തെ റാങ്കാണ്. സമൂഹത്തിൽ നാട്ടിൽ എന്തെങ്കിലും കലാപമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ തഹസിൽദാരൊക്കെയാണ് ചെന്ന് തീരുമാനമെടുക്കേണ്ടത്. അത്രയും ഉന്നതമായ സ്ഥാനമുള്ള ഒരു തഹസിൽദാർ സുഭാഷ് കുമാർ TK കൈക്കൂലി മേടിച്ചു. ഒരു പ്രവാസിയിൽ നിന്നും വസ്തുവിൻ്റെ എന്തോ ഡോക്യുമെൻറ്റേഷൻ കാര്യം സാധിച്ചു തരണമെന്നുണ്ടെങ്കിൽ 60,000 രൂപ വേണമെന്നും 25,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ ചെന്നു. 25,000. അത് ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. 60,000-ൽ 25,000, 2 5 7, 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു. അത് ചതിയായിരുന്നു ഉറപ്പായിട്ടും. അദ്ദേഹത്തെ ആരോ ചതിച്ചതാണ്. സുഭാഷ് കുമാർ TK എന്നാണെങ്കിലും അദ്ദേഹത്തിനെ എപ്പോഴും അങ്ങനെ വിളിക്കത്തില്ലല്ലോ. തഹസിൽദാരാകുമ്പോൾ സുഭാഷ് സാറിനെ വിളിക്കുള്ളൂ. സുഭാഷിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സിൻ്റെ ഏതൊക്കെയാണ്? S&U, സു. അദ്ദേഹം ഒരു കളക്ടറിൻ്റെ അടുത്തുള്ള സ്ഥാനമുള്ള, ഏകദേശം അടുത്ത സ്ഥാനമുള്ള വ്യക്തി കൈക്കൂലിക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പബ്ലിക്കിൽ എത്ര ഇമേജുണ്ട്. ഭാര്യയും മക്കളുടെ മുമ്പിൽ അദ്ദേഹം ഇനി എങ്ങനെ തലപൊക്കും? ആലത്തൂർ പോയി താമസിക്കാൻ പറ്റുമോ? കൈക്കൂലി വീരനെന്ന് പേര് വന്നില്ലേ? അദ്ദേഹം ഉറപ്പായിട്ടും ആ സമയത്ത് ചിന്തിച്ച് കാണണം, ഇനി മരിച്ചാൽ മതിയല്ലോ എന്ന്. അതാണ് S&Uവിൻ്റെ പ്രത്യേകത സുഭാഷിൻ്റെ. പിന്നെ പേരിൻ്റെ ലാസ്റ്റ് എത്രയാണ്? സുഭാഷിൻ്റെ SH, മേഷ്. അദ്ദേഹം വലയിലായോ? സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്ക് ഇനി തലപൊക്കി നടക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. കൊലപാതകമൊന്നുമില്ല, പക്ഷേ അവരെ പോലുള്ള ആൾക്കാർ കൈക്കൂലിയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ നീതിന്യായ വകുപ്പ് ചെയ്യേണ്ട നീതിന്യായവും സമൂഹത്തിന് കാഴ്ചവെക്കേണ്ട ആൾക്കാരല്ലേ. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓരോ പേരിൻ്റെയും ദൂഷ്യവശങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കാണുന്നതിൽ ബോറടിക്കരുത്. നമ്മളുടെ ഒരു ചർച്ചാ വിഷയമാണ്, പഠന ക്ലാസ്സാണ്. അതിൻ്റെ പേരിൽ ഇത് നീണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ, പല ആൾക്കാർക്ക് ഉപകാരമാകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.